എന്ത് സാധനം ഇപ്പൊ നമ്മള് കണ്ടത്? ആരെ കണ്ടത്? നമ്മളിതിപ്പോ ആരെ കണ്ടോണ്ടിരിക്കണേ? ആർക്കറിയാം? സത്യം പറ സാറാ, നീ ആരാ? എന്റെ പ്രിയ ചുമ പ്രാന്താക്കല്ലേട്ടാ. സ്വന്തം മുഖം കണ്ട് പേടിക്കേണ്ടി വന്ന എന്റെ ഗതികെട്ട അവസ്ഥ ഞാനപ്പോ ആരോട് പറയും? എടി, നീ ട്വിൻസ് എങ്ങാനാണോ? എന്റെ അറിവിൽ ഞാൻ ഒരാളെ ഉള്ളൂടാ. ഇനി നീ അറിയാതെ നിന്റെ വീട്ടുകാർക്ക് വല്ലതും വേറെ കുട്ടികളോ മറ്റോ വല്ലതും ഉണ്ടോ? എടി, അത് നിന്നെ പ്രാന്ത് പിടിപ്പിക്കാൻ ചോദിക്കണമെന്നല്ല, നമുക്ക് പ്രാന്ത് പിടിക്കാണ്ടിരിക്കാൻ ചോദിച്ചതാ. ഒന്നില്ലെങ്കിൽ നീ ഞങ്ങളെ പറ്റിക്കണം, ഇല്ലെങ്കിൽ നിന്റെ വീട്ടുകാർ നിന്നെ പറ്റിക്കണം. ഇതിലെന്തായാലും ഒരു പറ്റിക്കൽ ഉറപ്പാണ് സാറാ. എന്തായാലും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. അതെന്താ സാറ് നിന്റെ സംസാരത്തിലൊരു വ്യത്യാസം? എന്താടി? ഒന്നുമില്ല, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. അതുള്ള ജീവനും കൊണ്ട് നാട് പിടിക്കാവാ. ഓ, എന്തെല്ലാം നടന്നത്! ആലപ്പുഴ പോയത് മാത്രം ഓർമ്മയുണ്ട്. എന്നാലും ആരാടിയാ വന്നത്? ഞാൻ എന്തായാലും അവിടെ ഇരുന്ന് ആ ബുക്കും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതിനിടക്ക് നീ അതും എടുത്താ? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നിന്റെ വീട്ടിൽ നിന്ന് എന്താ ഹെയർ എക്സ്റ്റൻഷൻ പോവാത്തെന്ന്? എന്നാലും ഇവര് തമ്മിൽ എന്തായിരിക്കും കണക്ഷൻ? എടാ, മഴ വന്നിട്ട് നമുക്ക് അകത്തേക്ക് കയറിയല്ല. എന്നാ പോവാ. എന്റെ വീട്ടിൽ പോയിട്ട് ഈ ടോപ്പിക് ഒന്ന് സംസാരിക്കട്ടെ. മുറിയിൽ കയറിയിട്ട് പറയാനില്ല. ഈ വാലടച്ചേക്കാം, അവര് മുറിയിലിരിക്കണ, നമുക്കപ്പോ ഇവിടെ ഇരിക്കാം. ചേട്ടാ, നമുക്കൊരു അബദ്ധം പറ്റി. ഈ എടുപിടിയെന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ടേക്ക് ഇപ്പൊ വരണ്ടായിരുന്നു. ആ മീരയുടെ പാരന്റ്സിനെ കൂടി കണ്ടിട്ടൊന്ന് പോന്നാ പോരായിരുന്നാ? എടാ, ഇനി അതിന് അവരിങ്ങോട്ടേക്ക് മാറിയേക്കണ, എറണാകുളത്തേക്ക്. അവരുടെ ഫാമിലിയൊക്കെ ഇവിടെ തന്നെ ഉള്ളത്, കസിൻസ് ഒക്കെ. അതെന്തായാലും നന്നായി, നമുക്കെന്നാ പിന്നെ നേരിട്ട് പോയി സംസാരിക്കാലോ. അത് പറഞ്ഞപ്പോഴാ ഞാൻ ആ നെയ്ബേഴ്സിന്റെ അടുത്ത് അന്വേഷിക്കാൻ പോയില്ലേ, അതിലൊരു ചേച്ചി, അവരുടെ വീടിനടുത്തുള്ള ചേച്ചി പറയണ്ടായി, ഈ മീര മരിക്കണ ആ ഒരു ടൈമില് ഈ പുള്ളിക്കാരി ഇടയ്ക്ക് കരയെ നിലവിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെന്ന്. എന്നിട്ട് ഇവരത് അന്വേഷിക്കാൻ പോകുമ്പോൾ അതിന്റെ പാരന്റ്സ് പറയണത് ഈ രോഗമാണെന്ന് അറിഞ്ഞതിന്റെ നിരാശ ഡിപ്രഷനൊക്കെ വന്ന് അതിന്റെ ഇതാന്നൊക്കെ പറഞ്ഞ്. അത് മാത്രമേ ഉള്ളൂ കേട്ടപ്പോ ഒരു സംശയം തോന്നിയത്. എടി, ഞാൻ നെയ്ബേഴ്സിന്റെ അടുത്ത് അന്വേഷിക്കാൻ പോയപ്പോ നിന്നെ ആരെങ്കിലും തിരിച്ചറിയോ, അല്ലെങ്കിൽ നിന്നോട് എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടേനോ? എന്നോട് ആരൊന്നും ചോദിക്കുക തിരിച്ചറിയൊന്നും ചെയ്തില്ലായിരുന്നു. നൈസായിട്ട് നീ എന്തായാലും അപ്പേനോടൊന്ന് ചോദിച്ചറിഞ്ഞു. എടാ, വേറൊന്നുമല്ല, അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടണമെങ്കിൽ നമുക്ക് അത്ര ഉപകാരമല്ലേടാ. ശരിയാട്ടാ. എന്റെ ഈശ്വര, സ്വന്തം അപ്പന്റെ അവിഹിതം കണ്ടുപിടിക്കേണ്ട ഒരു മോളുടെ ഗതികേട് ലോകത്ത് ഒരാൾക്ക് അവസ്ഥ വരത്തില്ല. ചായ കുടിക്കാം. അതെങ്കിലും നടക്കട്ടെ. അതെ, അവര് വല്ലതും കേട്ടോ കിട്ടിയില്ല. പ്രതികരിക്കാതിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി.